天。
Eh,
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، നാം കഴിഞ്ഞ 3 ആഴ്ചകളിലായി സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ മദ്ദിൻ്റെ നിയമങ്ങൾ, ഇതെല്ലാം നാം വിവരിക്കുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹു തആല ഇന്നത്തെ ക്ലാസ്സിൽ തഫ്ഖീം, തർക്കീഖ്, അതുപോലെ തന്നെ ഖൽഖലത്തിൻ്റെ നിയമങ്ങൾ ആണ് വിവരിക്കാൻ പോകുന്നത്. ഇന്നത്തോടുകൂടി നമ്മുടെ തജ്വീദ് ക്ലാസ് അവസാനിക്കും. അതിൻ്റെ അർത്ഥം തജ്വീദിലെ എല്ലാ പാഠങ്ങളും നാം പഠിപ്പിച്ചു എന്നല്ല. അങ്ങനെ എല്ലാ പാഠങ്ങളും കൂടെ പഠിക്കാൻ തക്ക ഒരു സമയം നമ്മുടെ മുൻപിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള നിയമങ്ങളെല്ലാം തന്നെ നാം ഇന്നത്തോടുകൂടി വിവരിച്ച് കഴിയും. ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ 4 ക്ലാസ്സുകളിൽ വിവരിച്ച ചോദ്യങ്ങളെ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഹുറൂഫുൽ ഖൽഖലത്താണ് ആദ്യമായി വന്നിട്ടുള്ളത്. പാഠം 6. ഖൽഖലത്ത് എന്ന് പറയുമ്പോൾ ഖുതുബ് ജദ് എന്ന വാക്കിലുള്ള 5 അക്ഷരങ്ങൾ ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഈ 5 അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുക. ഖൽഖല അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കിലുക്കം അനുഭവപ്പെടും, ഒരു കിലുക്കം. ഈ 5 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവക്ക് സുക്കൂൻ വരുമ്പോൾ അങ്ങനെ ഒരു കിലുക്കം അനുഭവപ്പെടുന്ന രൂപത്തിൽ അത് ക്ലിയറായി ഉച്ചരിക്കണം. ഇതാണ് ഖൽഖലത്തിൻ്റെ നിയമം. നമുക്ക് ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോൾ മാത്രമേ അങ്ങനെ സ്പഷ്ടമായി ഉച്ചരിക്കുകയുള്ളൂ. ബാക്കി അക്ഷരങ്ങൾക്കൊക്കെ സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അതിന്മേലൊന്ന് ടച്ച് ചെയ്യുകയുള്ളൂ, ക്ലിയറായിട്ട് പ്രൊനൗൺസ് ചെയ്യുകയില്ല. ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം. ഇതാ 5 അക്ഷരങ്ങൾ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സൂം ചെയ്യുക. ആദ്യത്തെ ആയത്ത്. ഓക്കെ, ശരി. ഇവിടെ ഈ സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകൾ ശ്രദ്ധിക്കുക. വലാദിയാത്തി ളബ്ഹ, ബാന് സുക്കൂൻ വന്നിരിക്കുന്നു, ഖൽഖലത്തിന്റെ അക്ഷരമാണ്. ഫൽമുരിയാത്തി ഖദ്ഹ, ദാലിന് സുക്കൂൻ വന്നിരിക്കുന്നു. ഫൽമുഗീറാത്തി സുബ്ഹ, ബാ ആവർത്തിച്ചിരിക്കുന്നു. ഫഅസർന ബിഹി നഖ്, ഖാഫിന് സുക്കൂൻ വന്നിരിക്കുന്നു. ഫവസത്ന ബിഹി ജംഅ, ത്വാന് സുക്കൂൻ വന്നിരിക്കുന്നു. അപ്പോൾ ജീം ഒഴികെയുള്ള 4 ഖൽഖലത്തിന്റെ അക്ഷരങ്ങളും ഈ സൂറത്തുൽ ആദിയാത്തിന്റെ ആദ്യത്തെ 5 അക്ഷരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാരായണം ചെയ്യുമ്പോൾ ആ ഖൽഖലത്തിന്റെ അക്ഷരങ്ങൾ വരുന്നിടത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽആദിയാതി ളബ്ഹാ فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا. ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്തു. അതേസമയത്ത് ആയത്തുകളിൽ ഈ ഖൽഖലത്തല്ലാത്ത അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നപ്പോൾ ശ്രദ്ധിക്കുക. വൽ, ലാമിന് സുക്കൂൻ വന്നു. അവിടെ വൽ ആദിയാത്തി എന്ന് ഉച്ചരിക്കുകയില്ല. അതുപോലെ തന്നെ ഫഅസർന, അവിടെ റാഇന് സുക്കൂൻ വന്നിരിക്കുന്നു.
ഫഅസറുന ഫഅസറുന അങ്ങനെ ഉച്ചരിക്കോ? ഉച്ചരിക്കൂല. കൽക്കലത്തിന്റെ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോൾ മാത്രമേ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുകയുള്ളൂ. ഇനി അവസാനത്തെ ആയത്തിൽ ഫവസത്ന ബിഹി ജംഅ, അവിടെ മീമിന് സുക്കൂൻ വന്നു. ജംഅ ജംഅ അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. അപ്പൊ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോൾ അത് സ്പഷ്ടമായിട്ട് ഉച്ചരിക്കണം. മറ്റ് അക്ഷരങ്ങൾക്കൊന്നും സുക്കൂൻ വരുമ്പോൾ അങ്ങനെ ഉച്ചരിക്കുകയില്ല. ഇതാണ് കൽക്കലത്തിന്റെ നിയമം. ഇനി അടുത്ത ഉദാഹരണം, അടുത്തതൊന്ന് സൂം ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഉദാഹരണങ്ങൾ ആയത്തിന്റെ ഇടയിൽ കൽക്കലത്തിന് സുക്കൂൻ വരുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഉദാഹരണം ആയത്തിന്റെ അവസാനത്തിലെ അക്ഷരം കൽക്കലത്തിലാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പോ കൽക്കലത്ത് എവിടെ വന്നാലും സ്പഷ്ടമായിട്ട് ഉച്ചരിക്കണം. പക്ഷേ കൽക്കലത്തിൽ വഖഫ് ചെയ്യുമ്പോൾ, ആയത്ത് അവസാനിക്കുമ്പോൾ അവിടെ കൂടുതൽ സ്പഷ്ടമായി ഉച്ചരിക്കണം, അഥവാ മുഴങ്ങി കേൾക്കണം. ഇനി സൂറത്തുൽ ഫലഖിലെ ആദ്യത്തെ ഒരു 3 ആയത്ത് പാരായണം ചെയ്യുമ്പോൾ വഖഫ് ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. കണ്ടില്ലേ? ആയത്തിന്റെ അടിയിൽ വരുന്നത് പോലെയല്ല, കൽക്കലത്തിൽ മേൽ വഖഫ് ചെയ്യുമ്പോൾ അത് കൂടുതൽ മുഴങ്ങി കേൾക്കണം. ഇത് ആയത്തിന്റെ അവസാനത്തിലേതാണ് കണ്ടത്. ഇനി ആയത്തുകൾക്കിടയിൽ നാം വഖഫ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ്. കൽക്കലത്തിന്റെ അക്ഷരത്തിലാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അത് മുഴങ്ങി കേൾക്കണം. അതൊന്ന് സൂം ചെയ്യാൻ കഴിയോ? അല്ലെങ്കിൽ വേണ്ട, സൂം ചെയ്താൽ ആയത്തിന്റെ ഓക്കെ ഓക്കെ ശരി. റിസ്ഖൻ ലിൽ ഇബാദ്, റിസ്ഖൻ ലിൽ ഇബാദ് وأحيينا به بلدة ميتا كذلك الخروج. നമ്മൾ നേരത്തെ വന്ന ഉദാഹരണങ്ങളിലൊന്നും കൽക്കലത്തിന്റെ അക്ഷരമായ ജീം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ജീമും വന്നു. وأحيينا به بلدة ميتا كذلك الخروج. അവിടെ മുഴങ്ങി കേൾക്കണം. كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط. അപ്പോൾ കൽക്കലത്തിന്റെ അക്ഷരം ആയത്തുകൾക്കിടയിൽ വരുമ്പോൾ, വാക്കുകൾക്കിടയിൽ വരുമ്പോൾ സ്പഷ്ടമായി ഉച്ചരിക്കണം. എന്നാൽ കൽക്കലത്തിന്റെ അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ അത് കൂടുതൽ മുഴങ്ങി കേൾക്കണം. ഇതോടുകൂടി നമ്മൾ കൽക്കലത്തിന്റെ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോകാം. ഇത് ഇദ്ഗാമുൽ ഹിജാഇയ്യ, അതായത് ഇത് വിവരിക്കുന്നില്ല, ഇത് നമ്മളെ ചോദ്യത്തിൽ വരൂല. നമ്മളിപ്പം സാക്കിനായ നൂനും തൻവീനും ഒക്കെ ഇദ്ഗാം ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നു. സാക്കിനായ മീം ഇദ്ഗാം ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നു. അങ്ങനെ അഹ്കാമുത്ത് തജ്വീദിൽ അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യുന്ന നിയമമുണ്ട്. അതിനാണ് ഇദ്ഗാമുൽ ഹിജാഇയ്യ എന്ന് പറയുക. അത് 3 വിധമുണ്ട്. ഒന്ന് ഇദ്ഗാമുൽ മുത്തമാസിലൈനി, മറ്റൊന്ന് ഇദ്ഗാമുൽ മുത്തജാനിസൈനി, മൂന്നാമത്തേത് ഇദ്ഗാമുൽ മുത്തഖാരിബൈനി. ഇത് മത്സരത്തിൽ നാം ചോദിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിവിടെ വിവരിക്കുന്നുമില്ല. തൽക്കാലം അതൊന്ന് പരാമർശിച്ചു എന്ന് മാത്രം. ഇത് ഇദ്ഗാമുൽ മുത്തമാസിലൈനിയുടെ വിശദാംശങ്ങളാണ്. മുത്തജാനിസൈനിയുടെ, മുത്തഖാരിബൈനിയുടെ ഒക്കെ വിശദീകരണങ്ങളാണ്. അത് നാം ഇപ്പോൾ വിവരിക്കുന്നില്ല. നാം മത്സരത്തിൽ ചോദിക്കാൻ പോകുന്ന നിയമങ്ങൾ മാത്രമേ നാം വിവരിക്കുന്നുള്ളൂ. അതിന് മാത്രമേ നമുക്ക് അവസരമുള്ളൂ. അതുപോലെ തന്നെ മഖാരിജുൽ ഹുറൂഫ്, അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങൾ
അത് ഓരോന്നും പുറപ്പെടുന്ന സ്ഥലം. അപ്രകാരം തന്നെ മഖ്റജിന്റെ അടിസ്ഥാനത്തിൽ അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങളെ 8 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. 8 ഗ്രൂപ്പുകൾ: ഹുറൂഫുൽ ഹൽഖിയ, ഹുറൂഫുൽ ഷജരിയ, ഹുറൂഫുൽ ദുലഖിയ, ഹുറൂഫുൽ നുത്ഇയ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതും നാം ഇവിടെ വിവരിക്കുന്നില്ല. അതൊക്കെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ജൂണിൽ ഓൺലൈൻ ഫൈനൽ റൗണ്ടാണ്. അതിനു മുമ്പൊന്നും നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, ആ ഫോട്ടോ ഒന്നും കൂടെ ജസ്റ്റ്. ഓക്കെ, ഇതാ മഖ്റജ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ 8 ഗ്രൂപ്പുകളാക്കി തിരിച്ച ഓരോ ഗ്രൂപ്പും അതിൽ കാണിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെയും പേരുകൾ അതിലുണ്ട്. പക്ഷെ ഇതൊന്നും വിവരിക്കാൻ നമുക്ക് അവസരമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് വിവരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തഫ്ഹീമും തർക്കീഖുമാണ്. പോട്ടെ. ആ, ഇവിടെ ഒരു മിനിറ്റ്, ആ അക്ഷരങ്ങൾ മേലെ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ ഒന്ന് വരട്ടെ. അല്ല, ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വീണ്ടും. ഇല്ലല്ല, ഇത് അവസാനം. ഇവ അവിടെ വരട്ടെ. നമ്മൾ അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഒരു 7 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഇസ്തിഅല എന്ന് പറയും. ഹുറൂഫുൽ ഇസ്തിഅല. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്ന അക്ഷരങ്ങൾ എന്നാണ്. നമ്മുടെ നാവ് മേലെണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുക. അപ്പോൾ ആ അക്ഷരങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഘനം അനുഭവപ്പെടും. അതിൻ്റെ ശബ്ദത്തിന് ഒരു തഫ്ഹീം ഉണ്ടാകും, ഒരു കനപ്പിക്കൽ ഉണ്ടാകും. ഈ 7 അക്ഷരങ്ങളാണ് ഇവിടെ കാണിച്ചത്. ഗൈന് ഒന്നാമത്തേത്, ഖാ, സ്വാദ്, ദ്വാദ്, ഗൈന്, ത്വാ, ഖാഫ്, ളാ. ഓക്കെ, ഇതിൽ 2 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഹൽഖിയ, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ കൂടിയാകുന്നു. അതാണ് ഒന്ന് ഖാ, ഒന്ന് ഗൈന്. ബാക്കി 5 അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്നവയല്ല. ആ 5 അക്ഷരങ്ങളെ കുറിച്ചാണ് നമ്മൾ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ പഠിച്ചപ്പോൾ ഇഖ്ഫാന്റെ 15 അക്ഷരങ്ങൾ പഠിച്ചു. അതിൽ 5 അക്ഷരങ്ങൾ വന്നാൽ അത് തഫ്ഹീമാക്കിക്കൊണ്ട് മണിക്കണം എന്ന് പറഞ്ഞ 5 അക്ഷരങ്ങൾ. ഇതവിടെ സ്വാദ്, ദ്വാദ്, ത്വാ, ഖാഫ്, ളാ, ഇത്രയും 5 അക്ഷരങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് തഫ്ഹീമും തർഖീഖുമാണ് പഠിക്കാനുള്ളത്. അതിലേക്ക് ഇനി ഇസ്തിഫാലിന്റെ അക്ഷരം. അപ്പൊ നമ്മൾ 7 അക്ഷരങ്ങൾ ഇസ്തിഅലാന്റെ അക്ഷരാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് മേലെണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയർന്നുകൊണ്ടാണ് അത് ഉച്ചരിക്കുക. എന്നാൽ നാവ് മേലെണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയർത്താതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ബാക്കി. ഇസ്തിഫാൽ, താഴ്ന്നു വരുന്നത് എന്നർത്ഥം. ഇപ്പൊ ഇതില് താ കാണാം. താ, അത് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവ് താഴ്ന്നാണ് വരിക, താ. എന്നാൽ അത് മേലെയാണ്, അത് ഇസ്തിഅല ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ദാല് കാണുന്നു. ദാൽ ഇസ്തിഫലാണ്. എന്നാൽ ദ്വാദ് അത് ഇസ്തിഅല ആണ്, ഉയർന്നാണ് വരിക. അപ്രകാരം തന്നെ സീൻ ഇസ്തിഫാലിന്റെ അക്ഷരമാണ്. എന്നാൽ സ്വാദ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്. നാക്ക് മേലെണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് അത് ഉച്ചരിക്കുക. ഇനി ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് അതിന്റെ ഉച്ചാരണം. ഐൻ താഴ്ന്നാണ് വരിക. എന്നാൽ നാവ് മേലെണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുക. അതുപോലെ തന്നെ കാഫ് ഇസ്തിഫാലാണ്. എന്നാൽ ഖാഫ് അത് ഇസ്തിഅല ആണ്. അപ്പോൾ അറബി അക്ഷരമാലയിലെ 7 അക്ഷരങ്ങൾ ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ്. അവ ഉച്ചരിക്കുമ്പോൾ നാവ് മേലെണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയർന്നു വരണം. അപ്പോൾ അതിൻ്റെ ശബ്ദത്തിന് ഒരു തഫ്ഹീം, ഒരു കനപ്പിക്കൽ വരും. എന്നാൽ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളല്ല, അതൊക്കെ താഴ്ന്നു വരുന്നതാണ്. ബ, ത, സ, ജീം, ഒക്കെ താഴ്ന്നു വരുന്നതാണ്. ഓക്കെ, ഇനി തഫ്ഹീം തർഖീഖ്.
ഓക്കെ, ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠം. ഓക്കെ, ഇവിടെ തഫ്ഹീമും തർഹീഖും ലഫ്ലുൽ ജലാലത്തിലെ ലാമിൻ്റെയും അതുപോലെ തന്നെ റാഇൻ്റെയും തഫ്ഹീമും തർക്കീക്കും മാത്രമാണ് നാം ഇവിടെ വിവരിക്കുന്നത്. ഇനി അലിഫിനും തർക്കീക്കും തഫ്ഹീമൊക്കെ ഉണ്ട്, പക്ഷെ അത് നാം ഇവിടെ വിവരിക്കുന്നില്ല, അത് മത്സരത്തിൽ ചോദിക്കുകയും ഇല്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അലിഫിന്റെ തഫ്ഹീം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, അലിഫ് ഇസ്തിഅലാന്റെ അക്ഷരത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഉച്ചാരണം തഫ്ഹീമാവും. ഉദാഹരണമായിട്ട് ത്വാ, ത്വാ, ഈ ത്വാവിൻ്റെ കൂടെ അലിഫ് വരികയാണെങ്കിൽ ത്വാ, ത്വാ ഇങ്ങനെയാണ് ഉച്ചരിക്കുക. എന്നാൽ താന്റെ കൂടെ അലിഫ് വരുമ്പോഴോ ത, താ, താ. അപ്പൊ ഇസ്തിഅലാന്റെ അക്ഷരത്തിന്റെ കൂടെ വരുമ്പോൾ അലിഫിന് ഇസ്തിഅല ആണ്, തഫ്ഹീമാണ്. എന്നാൽ ഇസ്തിഫാലിന്റെ അക്ഷരത്തോടെ കൂടി അലിഫ് വരുമ്പോൾ അത് തർക്കീഖാണ്. കണ്ടില്ലേ? താ, അതുപോലെ തന്നെ ജാ, ഹ. ഇത്രയേ ഉള്ളൂ അലിഫിന്റെ തഫ്ഹീമും തർക്കീഖും. എന്നാൽ ലാമിന്റെയും റാഇന്റെയും, ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ലാമുമല്ല, ലഫ്ലുൽ ജലാലത്തിൽ ഉള്ള ലാമ് മാത്രം, അതാണ് നമ്മൾ ആദ്യമായിട്ട് വിവരിക്കാൻ പോകുന്നത്. ലഫ്ലുൽ ജലാലത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മഹദ് നാമം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹദ് നാമം, അതാണ് ലഫ്ലുൽ ജലാലത്ത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമായി അള്ളാഹുവിൻ്റെ 99 വിശിഷ്ട നാമങ്ങൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിശിഷ്ട നാമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുള്ളത് ഈ ലഫ്ലുൽ ജലാലത്താകുന്നു, അള്ളാഹുവിൻ്റെ മഹത് നാമമാകുന്നു. 2699 പ്രാവശ്യം പരിശുദ്ധ ഖുർആനിൽ ഇത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് റഹ്മാനാണ്, അത് കഴിഞ്ഞ റഹീമാണ്, ബാക്കിയൊക്കെ അതിൻ്റെ താഴെയാണ്. ഈ റഹ്മാനും റഹീമും ഒക്കെ 500-ൽ താഴെയേ ഉള്ളൂ. ബാക്കി അസ്മാഉൽ ഹുസ്നയൊക്കെ 100-ൽ താഴെ ഉള്ളൂ. എന്നാൽ അല്ലാഹ് എന്ന ലഫ്ലുൽ ജലാലത്ത് വിശുദ്ധ ഖുർആനിൽ 2699 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ലഫ്ലുൽ ജലാലത്തിന് അഹ്കാമു തജ്വീദിൽ ഉള്ള നിയമം തഫ്ഹീമും തർക്കീഖുമാണ്. അതാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റാ പഠിക്കും. ഓക്കെ, അടുത്ത സ്ലൈഡ്. അതെന്താണ് അവസാനത്തിലെത്തിയത്? അതല്ലല്ലോ. സ്ലൈഡ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ? സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അല്ലല്ല, അതിന്റെ മേലുണ്ട്. അതെന്തോ സംഭവിച്ചതാണ്. ഞാൻ സാറ്റർഡേ ക്ലാസ്സിൽ ഓൾറെഡി വിവരിച്ചതാണല്ലോ. സാവധാനം പോവാ, എന്നെങ്കിലേ എത്തുമ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ആ, സ്ലോലി പോട്ടെ. ഒരു മിനിറ്റ്, ഇതാ ഇതിന്റെ തുടക്കം എടുക്കുക. ഓക്കെ, തഫ്ഹീം. അതിന്റെ ഫസ്റ്റ് പേജ് എടുത്തട്ടെ.
ഓക്കെ. അത്തഫീം വത്തർക്കീഖ്, കനപ്പിക്കലും നേരിയതാക്കലും, കനപ്പിക്കലും ലഘുവാക്കലും. ഓക്കെ, അത് ഇവിടെ റാവിൻ്റെതാണ് വന്നത്. നമുക്ക് ലഫ്ദുൽ ജലാലത്താണ് വേണ്ടത്. അതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. പോട്ടെ പോട്ടെ പോട്ടെ. ലഫ്ദുൽ ജലാലത്തിൻ്റെ തർക്കീഖും തഫീമുമാണ് നമ്മൾ ആദ്യമായിട്ട് വിവരിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അത് എഡിറ്റ് ചെയ്യാൻ കൊടുത്ത സമയത്ത് വന്ന മാറ്റങ്ങളാണിത്. ഇത് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു, ചിലതൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വന്ന മാറ്റങ്ങളാണ്. പോട്ടെ പോട്ടെ. ആ ആ പോട്ടെ. ഇതൊക്കെ റാവിൻ്റേതാണ്. ഇനി ലഫ്ദുൽ ജലാലത്തിൻ്റേത് വരണം. ഇല്ലല്ല, അത് മദ്ദിൻ്റെ നിയമങ്ങൾ. അതല്ല, ലഫ്ദുൽ ജലാല എന്നത് വരും. അതൊന്ന് നോക്കൂ. ഇതിപ്പോൾ ഏതാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? ഞാൻ ആദ്യം അയച്ചു തന്നാണോ, രണ്ടാമത് എഡിറ്റ് ചെയ്ത ശേഷം അയച്ചു തന്നതാണോ? ലാസ്റ്റ് അയച്ചത്. ഏ ലാസ്റ്റ് അയച്ചത്. എന്നാ പിന്നെ ഒരു മിനിറ്റ് ഞാനിപ്പോൾ അയക്കാം. എന്നാ ഞാൻ വേറെ ഒന്ന് അയച്ചു തരാം. അയക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് നോക്കട്ടെ. സമയം വേസ്റ്റ് ആവും. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് അയച്ചു തരാം. അത് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഉം. ഇതിലേക്ക് അയക്കേണ്ടത് നമ്മുടെ മത്സരത്തിൻ്റെ ഗ്രൂപ്പിൽ, അല്ല, ചാറ്റിലേക്ക് വരെ. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഓൾറെഡി അയച്ചിട്ടുണ്ട്. എന്നാൽ മറ്റേത് ഡിലീറ്റ് ചെയ്തോളൂ. പിന്നീട് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി. കുട്ടികളെല്ലാവരും ചെസ് നമ്പറിൽ റീനെയിം ചെയ്യുക. കാരണം അവസാനത്തിൽ നമ്മൾ നിയമങ്ങൾ ചോദിക്കും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ചെസ് നമ്പറിൽ ജോയിൻ ചെയ്തവരെ മാത്രമേ വിളിക്കുള്ളൂ. അതുകൊണ്ട് ചെസ് നമ്പറിൽ ജോയിൻ ചെയ്യാത്തവർ റീനെയിം ചെയ്യുക, അത് ആ ചോദിക്കുന്നതിന് മുൻപ് തന്നെ. ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും റീനെയിം ചെയ്യാൻ അറിയില്ലെങ്കിൽ ഹോസ്റ്റിനോട് പറയുക, ഹോസ്റ്റ് അത് ചെയ്തു തന്നോളൂ. ആ ഓക്കെ, ഫീസ്മിൽ ജലാല. ഓക്കെ, ശരി. ലഫ്ദുൽ ജലാല. അതിൻ്റെ മുമ്പത്തെ സ്ലൈഡ് എടുത്താട്ട്. ഇതതിൻ്റെ തുടക്കമല്ല. ഓക്കെ. തഫ്ഹീം തർക്കീഖ് ഫി ഇസ്മിൽ ജലാല. ഇസ്മിൽ ജലാലത്തിലുള്ള ലഫ്ദുൽ ജലാലത്തി എന്നും പറയും, അള്ളാഹുവിൻ്റെ മഹത്നാമം. അതിലുള്ള തഫ്ഹീമും തർക്കീഖുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തത്
ഓക്കെ. ലഫ്ദുൽ ജലാലത്തിന്റെ മുൻപ് ഫത്ഹോ ലമ്മോ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലഫ്ദുൽ ജലാലത്തിലെ ലാമിന് തഫ്ഹീമാക്കിക്കൊണ്ടാണ് ഓതുക. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവരും അങ്ങനെ തന്നെയാണ് ഓതാറുള്ളത്, അതിൽ തെറ്റ് വരാറില്ല. ഇപ്പോൾ ഇവിടെ ഉദാഹരണം, يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. يبعثهم ലഫ്ദുൽ ജലാലത്തിന് മുമ്പ് ലമ്മാണ് വന്നത്, അപ്പോൾ അവിടെ തഫ്ഹീം. അഹ്സ്വാഹു അവിടെയും ലമ്മാണ് വന്നത്, തഫ്ഹീം. ഇനി അവസാനത്ത് വല്ലാഹു ലഫ്ദുൽ ജലാലത്തിന് മുമ്പ് ഫത്ഹാണ് വന്നത്, അവിടെയും തഫ്ഹീം. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ നിങ്ങളോട് നിയമങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പൊ അഹ്സ്വാഹുല്ലാഹ് അവിടെയാണ് നിങ്ങളോട് ആരോ പോയിന്റ് ചെയ്ത് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ തഫ്ഹീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഇനി ലഫ്ദുൽ ജലാലത്തിന്റെ മുമ്പ് കിസ്ർ വരുമ്പോൾ തർക്കീഖാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യുക. ഇപ്പൊ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ലഫ്ദുൽ ജലാലത്തിന് മുമ്പ് കിസ്റാണ്. ഇനി അടുത്ത ആയത്ത്, تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. تؤمنون بالله കിസ്ർ വന്നു, തർക്കീഖ്. ഫീ സബീലില്ലാഹി കിസ്ർ വന്നു, തർക്കീഖ്. ഇതില് അധിക പേരും തെറ്റുവരുത്താറില്ല. അപ്പോൾ ലഫ്ദുൽ ജലാലത്തിന് മുമ്പ് കിസ്ർ ആണെങ്കിൽ അത് ചോദിച്ചാൽ തർക്കീഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി നമുക്ക് റായിലുള്ള തഫ്ഹീമും തർക്കീഖുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, റായില് അഞ്ച് സന്ദർഭങ്ങളിൽ തർക്കീഖ് വരും, നേരിയതാക്കിക്കൊണ്ടാണ് ഉച്ചരിക്കുക. ഓക്കെ, അതേ സമയത്ത് അടുത്ത സ്ലൈഡ്, 7 സന്ദർഭങ്ങളിൽ തഫ്ഹീമാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യുക. 7 സന്ദർഭങ്ങളിൽ തഫ്ഹീമാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യുക. അങ്ങോട്ട് നമ്മൾ പോകും. ഇപ്പം ആദ്യം തർക്കീഖാണ് നമ്മൾ വിവരിക്കാൻ പോകുന്നത്. അതില് തർക്കീഖ് വരുന്ന, നേരിയതാക്കേണ്ട ഒന്നാമത്തെ സന്ദർഭം റാഇന് കിസ്ർ വരുമ്പോഴാണ്. الذي يوسوس في صدور الناس الذي يوسوس في صدور الناس إيلافهم رحلة الشتاء والصيف إيلافهم رحلة الشتاء والصيف رحلة കിസ്ർ വന്നു, തർക്കീഖാക്കി. ഇതും അധിക പേരും തെറ്റ് വരുത്താറില്ല. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് റാഇന് ഫത്ഹും കിസ്റും ലമ്മും വരുമ്പോഴുള്ള അവസ്ഥയാണ്. എന്നാൽ റാഇന് സുക്കൂൻ വരുമ്പോൾ ചിലയിടങ്ങളിൽ തഫ്ഹീമാണ്, ചിലയിടങ്ങളിൽ തർക്കീഖാണ്. അത് തന്നെ ചില സന്ദർഭങ്ങളിൽ കുറച്ച് സങ്കീർണതയുണ്ട് അത് മനസ്സിലാക്കാൻ. അവിടെയാണ് തെറ്റുവരാൻ സാധ്യത. അതുകൊണ്ട് അത് നല്ല പോലെ പഠിക്കണം. അടുത്തത്, ഓക്കെ, ഇനി റാഇനെ ഒരു മിനിറ്റ്, ഇപ്പൊ തഫ്ഹീമിലേക്ക് കടന്നല്ലോ. ആ തർക്കീഖ് പൂർണ്ണമായിട്ടില്ല, തർക്കീഖ് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഓക്കെ,
ഇത് കഴിഞ്ഞു, കിസ്ർ വരുന്നതാണ്. ഇനി അടുത്തത് റാഇന് സുക്കൂൻ വരുന്നിടത്തുള്ള തർക്കീക്ക്. ഓക്കെ, ശരി ശരി. ഇതാണ് റാഇന് സുക്കൂൻ വരുമ്പോൾ തർക്കീക്ക് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സാക്കിനായ യാന് ശേഷം സാക്കിനായ റാ വരിക. സാക്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഫത്തഹോ കിസ്റോ വമ്മോ വരാത്തതിനൊക്കെ സാക്കിൻ എന്നാണ് പറയുക. ഓക്കെ, ഇപ്പൊ ഇവിടെ സൂറത്തുൽ മുൽക്കിലെ 1-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ അവിടെ യാന് സുക്കൂനാണ്. അതിനുശേഷം നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ റാഇന് സുക്കൂൻ വരുന്നു. അവിടെ ആ റാ തർക്കീക്കാണ്, സോഫ്റ്റ് ആക്കിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. تبارك الذي بيده الملك وهو على كل شيء قدير وهو على كل شيء قدير. ഖദീർ എന്ന് പറയും, ഖദീർ എന്ന് പറയില്ല. ഇതും സിമ്പിളാണ്, ഇതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സാക്കിനായ റാന്റെ മുമ്പ് സാക്കിനായ യാ വന്നാൽ അവിടെ തർക്കീർ സിമ്പിളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണം, ألا يعلم من خلق وهو اللطيف الخبير. ألا يعلم من خلق وهو اللطيف الخبير. അവിടെയും തർക്കീക്ക്. അപ്പൊ റാഇന് തർക്കീക്ക് വരുന്ന രണ്ട് സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് കിസ്ർ വരുമ്പോൾ, രണ്ട് സാക്കിനായ ആയതിനു ശേഷം സാക്കിനായ റാ വരുമ്പോൾ. ഇനി അടുത്തത് നമ്പർ 3. ഓക്കെ, ഇവിടെ റാഇന് തർക്കീക്ക് വരിക സ്ഥിരമായ കിസ്റിന് ശേഷം സുക്കൂൻ വന്നു. അതിനുശേഷം മറ്റൊരു പദത്തിന്റെ തുടക്കത്തിൽ ഇസ്തിഅലാ വരികയും ചെയ്തു. ഇവിടെ അതാണ് സംഭവം. രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തു. അവിടെ സാക്കിനായ റാവിന്റെ മുമ്പ് ആ ദാലിന്റെ കിസ്ർ സ്ഥിരമാണ്, അത് മാറൂല ഒരു കാരണവശാലും. ഇനി സ്ഥിരമല്ലാത്ത കിസ്ർ വരുന്നുണ്ട്, അത് അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ സ്ഥിരം അൻസിർ, ആ വാക്കിൽ എല്ലായ്പ്പോഴും ആ ദാലിൽ കിസ്ർ തന്നെയാണ്. وأنذر قومك من قبل أن يأتيهم عذاب أليم. സൂറത്ത് നൂഹിലുള്ള ആയത്താണ്. وأنذر قومك من قبل أن يأتيهم عذاب أليم. അവിടെ അൻസിർ സാക്കിനായ റായിന്റെ മുമ്പ് സ്ഥിരമായ കിസ്ർ വന്നു, തീർന്നില്ല. ആ റായിന് ശേഷം മറ്റൊരു വാക്കിന്റെ തുടക്കത്തിൽ ഇസ്തിഅലാന്റെ അക്ഷരം വരികയും വേണം. അപ്പോൾ അവിടെ വന്നു, ഖാഫാണ് വന്നത്. ഇവിടെയാണ് ഞാൻ കുറച്ചൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്ക് മനസ്സിരുത്തി മനസ്സിലാക്കുക തന്നെ വേണം, എന്നെങ്കിലേ ഈ ചോദ്യങ്ങളൊക്കെ വന്നാൽ ഉത്തരം പറയാൻ കഴിയും. പക്ഷെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങൾ കാറ്റഗറി 2 ചോദിക്കൂല. കാറ്റഗറി 3 കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള ഈ സാക്കിനായ റാവിന്റെ നിയമങ്ങൾ ചോദിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ ഉദാഹരണം, ഫസ്ബിർ. ഫസ്ബിർ, അവിടെ ആ സാക്കിനായ റാവിന്റെ മുമ്പ് വന്നത് സ്ഥിരമായ കിസ്റാണ്, അത് മാറൂല ഒരു കാരണവശാലും. ഫസ്ബിർ സ്വബ്റൻ ജമീല. ഫസ്ബിർ സ്വബ്റൻ ജമീല, അവിടെയും തർക്കീക്കാണ്. ഇതോടുകൂടി റാഇന് തർക്കീക്ക് വരുന്ന 3 സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2 ബാക്കി. നാലാമത്തേത്, ഓക്കെ, ഇവിടെ കിസ്റുള്ള ഒരക്ഷരത്തിന് ശേഷം റാഇന് സുക്കൂൻ വരിക, എന്നിട്ടോ അതിനുശേഷം ഇസ്തിഅലാന്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടത് ഇസ്തിഅലാന്റെ അക്ഷരം മറ്റൊരു വാക്കിന്റെ തുടക്കത്തിൽ വരുന്നതിനെ കുറിച്ചാണ്. ഇവിടെ പറയുന്നത് സാക്കിനായ റായിന്റെ മുമ്പ് കിസ്ർ വന്നു, അതോടൊപ്പം അതിനുശേഷം റായിന് ശേഷം ഇസ്തിഅലാന്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യാം. ഇപ്പൊ ഇവിടെ റായിന് ശേഷം വന്നത് അഴീനാണ്, ഇസ്തിഅലാന്റെ അക്ഷരമല്ല. ഫിർഔന വസമൂദ്.
ഫിർഔന വസമൂദ്. കണ്ടില്ലേ? അടുത്തത് മിരിയ. മിരിയ. അവിടെയും സ്ഥിരമായ കിസ്റിന് ശേഷമാണ് റാഇന് സുക്കൂന് വന്നത്. ശേഷം ഇസ്തിഅലാന്റെ അക്ഷരം വന്നിട്ടുമില്ല. മിരിയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം ഖുർആനിൽ വന്ന ആയത്തിന്റെ ഭാഗമാണ്. ഇതോടുകൂടി റാഇന് തഹ്ഖീഖ് വരുന്ന 4 സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. സാക്കിനായ റാന്റെ മുമ്പ് കിസ്ർ വന്നു, അതിനുശേഷം ഇസ്തിഅലാന്റെ അക്ഷരം വന്നില്ല, അത്രയേ ഉള്ളൂ. ഇനി ഒരേ ഒരു സന്ദർഭം മാത്രമാണ് തർക്കീക്കിന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, കിസ്റുള്ള ഒരു അക്ഷരത്തിന് ശേഷം യാ അല്ലാത്ത സുക്കൂനുള്ള ഒരു അക്ഷരം വരിക. യാ ആവാൻ പാടില്ല. കാരണം യാ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സാക്കിനായ യാവിന് ശേഷം സാക്കിനായ റാവ് വന്നാൽ അവിടെ തർക്കീക്കാണ്. എന്നാൽ ഇവിടെ യാ അല്ലാത്ത അക്ഷരത്തിന് സുക്കൂൻ വരുന്നു, അതിൻ്റെ മുമ്പ് ഉള്ള അക്ഷരത്തിന് കിസ്റാവുകയും ചെയ്യുന്നു. എന്നിട്ട് പിന്നീട് സാക്കിനായ റാ വരുന്നു, എന്നാൽ അവിടെ തർക്കീക്കാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആയത്ത് അവസാനിക്കുന്നിടത്ത് അപൂർവമേ ഉള്ളൂ. എന്നാൽ ആയത്തുകൾക്കിടയിൽ വഖഫ് ചെയ്യുമ്പോൾ ചിലയിടത്ത് വരും, പക്ഷെ അതും അധികം ഇല്ല. ഇതിപ്പോ സൂറത്തുൽ ഫജ്റിലുള്ള ഒരായത്തിൽ നിന്നാണ്. ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ, ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ. കണ്ടില്ലേ? ഹിജ്ർ അവിടെ തർക്കീഖ്. സൂറത്തുൽ ഫജ്റിന്റെ ആദ്യത്തെ ആയത്തുകളൊക്കെ സാക്കിനായ റാവിൽ അവസാനിക്കുന്നത്, പക്ഷെ അവിടെയൊക്കെ തഫ്ഖീമാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശ്ശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഒക്കെ തഫ്ഖീമ. എന്നാൽ ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ, ഹിജ്ർ അവിടെ മാത്രം തർക്കീഖാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം സിഹിർ. സിഹിർ ഖുർആനിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഒരുപാട് സ്ഥലത്ത് സിഹിർ എന്ന വാക്ക് വരുന്നുണ്ട്, പക്ഷെ അതിലൊന്നും വഖഫ് വരുന്നില്ല, എന്ന് വെച്ചാൽ ആയത്ത് അവസാനിക്കുന്നില്ല. എന്നാൽ ഇടത്തെ ആയത്തിന്റെ ഇടയിൽ വരുന്ന വഖഫുകളിൽ ഈ സിഹിർ എന്നിടത്ത് വഖഫ് ചെയ്യുന്നുണ്ട്. അവിടെ സിഹിർ സിഹിർ അവിടെ തർക്കീക്കാക്കിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇതോടുകൂടി നമ്മൾ റാഇന് തർക്കീക്ക് വരുന്ന 5 സന്ദർഭങ്ങൾ വിവരിച്ചു കഴിഞ്ഞു. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ തഫ്ഹീമാണോ തർക്കീക്കാണോ എന്ന് മനസ്സിലാക്കാൻ ആ സാക്കിനായ റായിൻ്റെ മുമ്പിലെ അക്ഷരം മാത്രം പോരാ, മുമ്പിലെ അക്ഷരം യാ അല്ലാത്തൊരക്ഷരത്തിന് സുക്കൂനായിരിക്കണം, അതിൻ്റെ മുമ്പുള്ളതിൽ കിസ്റുമാകണം, എന്നാലാണ് തർക്കീക്ക്. അത് ശരിക്കും നോക്കിയിട്ട് വേണം ഉത്തരം പറയാൻ, അല്ലാതിരുന്നാൽ വിലപ്പെട്ട ഒരു മാർക്കാണ് നഷ്ടപ്പെടുക. ഇനി തർക്കീക്ക് വരുന്ന 5 സന്ദർഭങ്ങളാണെന്ന് പറഞ്ഞു, അത് നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. ഇനി റാഇന് തഫ്ഹീം വരുന്ന 7 സന്ദർഭങ്ങളുണ്ട്, അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് വിവരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മത്സരത്തിൽ എപ്രകാരമാണോ നിങ്ങളോട് തജ്വീദ് റൂൾസ് ചോദിക്കുന്നത് അപ്രകാരം നമ്മൾ ഒരു ട്രയൽ ഇവിടെ നടത്തും. അതുകൊണ്ട് തന്നെ മീറ്റിങ്ങിലുള്ളവർ ആരും ലീവ് ചെയ്യാതെ, പ്രത്യേകിച്ച് ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ലീവ് ചെയ്യാതെ ആ ട്രയൽ പൂർത്തിയാകുന്നത് വരെ ക്ലാസ്സിൽ മീറ്റിങ്ങിൽ തുടരണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, 7 സന്ദർഭങ്ങളാണ്, നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഓക്കെ, ഒന്നാമത്തേത് റാഇന് ഫത്ഹ് വരിക, സിമ്പിൾ. റസൂൽ, റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. അവിടെ 2 റാഇന് ഫത്ഹ് വന്നു, റസൂൽ എന്നിടത്ത് മുതഹ്ഹറ എന്നിടത്ത്. അതുപോലെ തന്നെ റഹ്മാൻ,
الرحمن الرحمن الرحيم. റാന് ഫത്ഹ് വരുന്ന തഫ്ഹീം സിമ്പിൾ. അടുത്തത് ഇനി റാന് വമ്മ് വരുമ്പോൾ തഫ്ഹീമാണ്. വമ്മ് അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ أشداء على الكفار رحماء بينهم. അതുപോലെ തന്നെ റുസുൽ ഖുർആനിൽ എത്രയോ റിപ്പീറ്റ് ചെയ്യപ്പെട്ട വാക്കാണ് റുസുൽ. അതുമാതിരി തന്നെ റുസിഖ هذا الذي رزقنا من قبل സൂറത്തുൽ ബഖറയിലുള്ള ഒരു ആയത്തിന്റെ ഭാഗമാണ്. هذا الذي كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل. അതുപോലെ തന്നെ റഹമ ആയത്ത് ഞാൻ ഓൾറെഡി ഇവിടെ ഓതിക്കഴിഞ്ഞു. അപ്പോൾ റാഇന് വമ്മ് വരുമ്പോൾ തഫ്ഹീം. ഓക്കെ, ഇനി 5 ബാക്കിയുണ്ട്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. അടുത്ത സ്ലൈഡ്. ഓക്കെ, മൂന്നാമത്തേത് ഇതുവരെയുള്ളത് ഫത്ഹും വമ്മും വളരെ സിമ്പിളായിരുന്നു. എന്നാൽ ഇനി സാക്കിനായ റാഇന് തഫ്ഹീം വരുന്ന സന്ദർഭങ്ങളാണ് വിവരിക്കുന്നത്. 7 1 ഫത്ഹ് 2 വമ്മ് സിമ്പിൾ. ഇനി റാഇന് സുക്കൂൻ വരുമ്പോൾ തഫ്ഹീമാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്ന സന്ദർഭങ്ങളാണ്. ഓക്കെ, ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം റാഇന് സുക്കൂൻ വരിക, ഇതും സിമ്പിളാണ്. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. أصحاب القرية إذ جاءها المرسلون. قرية تفخيم. അതുപോലെ തന്നെ ഖർദൽ. ഒരു മിനിറ്റ്. ഓക്കെ, സൂറത്തുൽ ലുഖ്മാനിൽ يا بني إنها إن تك مثقال يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة. خردل ഇല്ലേ, ഫതഹിന് ശേഷം റാഇന് സുക്കൂൻ വന്നാൽ അവിടെയും തഫ്ഹീമാണ്. 3. ഇനി 4. ഓക്കെ, ഇവിടെ വമ്മുള്ള അക്ഷരത്തിന് ശേഷം റാഇന് സുക്കൂൻ വരിക, ഇതും സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ ഫതഹിന് ശേഷം റാഇന് സുക്കൂൻ വരിക. ഇനി വമ്മുള്ള അക്ഷരത്തിന് ശേഷം റാഇന് സുക്കൂൻ വരിക. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. അനിഷ്കുർ കണ്ടോ. അതുപോലെ തന്നെ വമൻ യഷ്കുർ വമ്മിന് ശേഷം റാഇന് സുക്കൂൻ വന്നു, അവിടെയൊക്കെ തഫ്ഹീം. യഷ്കുർ തഫ്ഹീം. അടുത്ത ഉദാഹരണം واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. കണ്ടില്ലേ, മുർസലൂൻ. നേരത്തെ ഇതേ ആയത്തെ നമ്മൾ ഉദാഹരണം കൊണ്ടുവന്നത് ഫത്ഹിന് ശേഷം റാഇന് സുക്കൂൻ വരുന്നതാണ്, ഖറിയ. എന്നാൽ ഇപ്പൊ ഇവിടെ വമ്മിന് ശേഷം റാഇന് സുക്കൂൻ വരുന്നതാണ്. ഇദ് ജാഅഹൽ മുർസലൂൻ.
മുർ തഫ്ഹീം. ഇനി നമുക്ക് 3 സന്ദർഭങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനിയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് വരുന്നത്. നേരത്തെ നമ്മൾ സ്ഥിരമായ കിസ്ർ എന്ന് പറഞ്ഞു തർക്കീക്ക് പഠിച്ചപ്പോൾ. എന്നാൽ ഇവിടെ പറയുന്നത് പുതുതായി ഉണ്ടാകുന്ന കിസ്റിന് ശേഷം റാഇൻ സുക്കൂൻ വന്നാൽ എന്നാണ്. ഒന്ന് സൂം ചെയ്യാം ആയത്. ഓക്കെ, ആയത്ത് മാത്രം കണ്ടാൽ മതി, ആ സൈഡിലുള്ള മലയാളം ആവശ്യമില്ല ഇനി. ഓക്കെ, ഇവിടെ ഇല്ലാ ലിമനി ഇർത്തള, ഇല്ലാ ലിമനി, അവിടെ സാക്കിന ലിമനി ഇർത്തള എന്ന റാഇന് സുക്കൂൻ വന്നു. അതിന് മുമ്പ് ആ നൂന് വന്ന കിസ്ർ സ്ഥിരമായ കിസ്റല്ല, അത് ആരിതാണ്, പുതുതായി ഉണ്ടായതാണ്. ശരിക്കും അവിടെ ഉള്ളത് ലിമൻ, ലിമൻ, ആ നൂൻ സുക്കൂനാണ്. പക്ഷേ ഖുർആൻ പാരായണത്തിൻ്റെ അഹ്കാം തജ്വീദിൻ്റെ ഭാഗമായി അവിടെ പുതുതായി ഒരു കിസ്ർ വന്നിരിക്കുകയാണ്. അപ്പൊ പുതുതായി ഉണ്ടാകുന്ന ഒരു കിസ്റിന് ശേഷം റാഇന് സുക്കൂൻ വന്നാൽ അവിടെ തഫ്ഹീമാക്കിക്കൊണ്ടാണ് ഓതേണ്ടത്. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. ലിമൻ ഇർത്തദാ തഫ്ഹീമാണ്. കാരണം അവിടെ പുതുതായി ഉണ്ടായ കിസ്റിന് ശേഷമാണ് റാഇൻ സുക്കൂൻ വന്നത്. ഇത് പരിശുദ്ധ ഖുർആനിൽ അധികം ഇല്ല. ഓക്കെ, അടുത്ത ഉദാഹരണം. അഫീ ഖുലൂബിഹിം മറദുൻ അം ഇർതാബൂ أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون. അവിടെ അമിർ താബു, അസാക്കിനായ റായിന്റെ മുമ്പുള്ള മീമിന്റെ കിസ്ർ അത് സ്ഥിരമായി ഉള്ളതല്ല. അവിടെ എന്നാണ് ശരിക്കുള്ളത്, ഇർതാബു എന്നാണുള്ളത്. പക്ഷേ ഖുർആൻ പാരായണത്തിലെ നിയമത്തിന്റെ ഭാഗമായി ആ സുക്കൂനുള്ള മീമിന് അവിടെ കിസ്ർ വന്നിരിക്കുകയാണ്, പുതുതായി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ തഫ്ഹീമാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത്. ഇനി 2 തഫ്ഹീമാണ് നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത്. അത് സാക്കിനായ റാഇന്റെ മുമ്പ് കിസ്ർ വരികയും അതേ വാക്കിൽ ആ സാക്കിനായ റാഇന് ശേഷം ഇസ്തിഅലാന്റെ അക്ഷരം വരികയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അവിടെ തഫ്ഹീമാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ ഫിർഔൻ, മിരിയ എന്നൊക്കെ കണ്ടു. അവിടെ സാക്കിനായ റാഇന്റെ മുമ്പ് കിസ്ർ വന്നു, ശേഷം ഇസ്തിഅലാന്റെ അക്ഷരം വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തർഫീഖ. എന്നാൽ ഇവിടെ സാക്കിനായ റാഇന്റെ മുമ്പ് കിസ്ർ വന്നു, ശേഷം അതേ വാക്കിൽ ഇസ്തിഅലാന്റെ അക്ഷരം വന്നിരിക്കുകയാണ്, അപ്പം തഫ്ഹീമാണ്. ഇതൊക്കെയാണ് ലേശം കോംപ്ലിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഓക്കെ, ഈ ഒരു ഉദാഹരണയിലുള്ളൂ, പറയില്ലേ? ഓക്കെ, ഇനി വേറൊരു ഉദാഹരണമാണ് ഖിർത്വാസ്. കണ്ടില്ലേ, സാക്കിനായ റാഇന്റെ മുമ്പ് കിസ്ർ വന്നു, അതേ വാക്കിൽ സാക്കിനായ റാഇന് ശേഷം ഇസ്തിഅലാന്റെ അക്ഷരമായ ത്വാ വന്നു, ഖിർത്വാസ്. അപ്പൊ അവിടെയും തഫ്ഹീമാണ്. ഇനി ഒരേ ഒരു തഫ്ഹീം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ ബാക്കിയുള്ളത്. അതിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് തഫ്ഹീം വരുന്നത് വെച്ചാൽ, ഫത്ഹോ വമ്മ ഉള്ള ഒരു അക്ഷരത്തിന് ശേഷം യാ അല്ലാത്ത സുക്കൂനുള്ള ഒരക്ഷരം വന്നു.
അതിനുശേഷം റായിന് സുക്കൂൻ വരികയും ചെയ്തു. ഇവിടെ അതാണ് സംഭവിച്ചത്. കണ്ടില്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഓക്കെ, ഇവിടെ ഖദർ സാക്കിനായ റായിന്റെ മുമ്പ് യാ അല്ലാത്ത അക്ഷരത്തിന് സുക്കൂൻ വന്നു. അവിടെ ദാലിനാണ് സുക്കൂൻ വന്നത്. അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹാണ് അവിടെ വന്നത്. ഫത്ഹ് വന്നാലും തഫ്ഹീമാണ്, ലൊമ്മ് വന്നാലും തഫ്ഹീമാണ്. രണ്ടാമത്തെ ഉദാഹരണം ലൊമ്മിൻ്റെതാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇത് സിമ്പിളാണ്. കാരണം സാക്കിനായ റായിൻ്റെ മുമ്പിൽ യാ അല്ലാത്തൊരു അക്ഷരത്തിന് സുക്കൂൻ വന്നു, അതിൻ്റെ മുമ്പ് ഫത്ഹ് വന്നു, തഫ്ഹീം. ഇനി സാക്കിനായ റായിൻ്റെ മുമ്പ് യാ അല്ലാത്ത അക്ഷരത്തിന് സുക്കൂൻ വന്നു, അതിൻ്റെ മുമ്പിലുള്ള അക്ഷരത്തിന് ലൊമ്മ് വന്നു, അവിടെയും തഫ്ഹീം. ഇത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പം ഇതോടുകൂടി നമ്മൾ റാഇൻ്റെ തഫ്ഹീമും തർക്കീക്കും പഠിച്ചു. റാഇന് 5 സന്ദർഭങ്ങളിൽ തർക്കീക്കാണെങ്കിൽ 7 സന്ദർഭങ്ങളിൽ തഫ്ഹീമാകുന്നു. ഇനി മത്സരത്തിൽ നിങ്ങളോട് ഇതിലേതെങ്കിലും ചോദിക്കുമ്പോൾ ശരിക്ക് അപ്പുറവും ഇപ്പുറവും സുക്കൂൻ വരുന്നിടത്ത് അപ്പുറവും ഇപ്പുറവും നോക്കിയാൽ മതി. ഫത്ഹോ ലൊമ്മോ കിസ്റോ വരുന്നിടത്ത് അപ്പുറവും ഇപ്പുറവും നോക്കാനില്ല. ഫത്ഹാണോ തഫ്ഹീം, ലൊമ്മാണോ തഫ്ഹീം, കിസ്റാണോ തർക്കീക്ക്, തീർന്നു. എന്നാൽ റാഇന് സുക്കൂൻ വരുമ്പോൾ മുമ്പേത് ശേഷമേത് ഇത്യാദി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഉത്തരം പറയാൻ. അല്ലാതിരുന്നാൽ വിലപ്പെട്ട ഒരു മാർക്കാണ് നഷ്ടപ്പെടുക. ഇതോടുകൂടി നമ്മുടെ മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള നിയമങ്ങളെല്ലാം നാം വിവരിച്ച് കഴിഞ്ഞു. ഇനി എപ്രകാരമാണ് മത്സരത്തിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക, അത് ആ ട്രയൽ നമ്മളിവിടെ നടത്തുകയാണ്. ഒരിക്കൽ കൂടി പറയാണ്, ചെസ് നമ്പറിൽ റീനെയിം ചെയ്യാത്തവർ അത് ചെയ്യുക. ചെസ് നമ്പറിൽ ഉള്ള കുട്ടികളോടാണ് നിയമങ്ങൾ ചോദിക്കുക. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. അടുത്തത് അതങ്ങോട്ട് മാറുന്ന. ഓക്കെ, കുട്ടികളെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ ഒരു ആരോ മാർക്ക് വരും. സ്വാഭാവികമായി ആരോ പോയിന്റ് ചെയ്യുന്നത് ഒരു തജ്വീദ് നിയമത്തിലേക്കായിരിക്കും. അവിടെയുള്ള നിയമം ഏതാണ് എന്നാണ് പറയേണ്ടത്. ഞാൻ ചോദിക്കുന്ന കുട്ടികൾ എല്ലാവരുടേതും മ്യൂട്ടാക്കിയിട്ടുണ്ടോ? ഇനി അൺമ്യൂട്ട് ചെയ്തോളൂ. എന്ന് വെച്ചാൽ ആവശ്യമുള്ള കുട്ടികൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ. കാറ്റഗറി 4-ലെ കുട്ടികളോട് മത്സരത്തിൽ ചോദിക്കുകയില്ലെങ്കിലും നമ്മൾ കേൾക്കുന്നില്ല. പുസ്തകം അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഞാൻ പറയുന്ന കുട്ടി അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, C2B 84 ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഒന്ന് സലാം ചൊല്ലുക. കുട്ടികൾ അൺമ്യൂട്ട് ചെയ്താൽ ഉടനെ സലാം ചൊല്ലുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. അൺമ്യൂട്ട് ചെയ്ത് സലാം ചൊല്ലില്ല എന്നുണ്ടെങ്കിൽ വേറെ കുട്ടികളെ വിളിക്കും. പിന്നെ ആ കുട്ടിയെ വീണ്ടും വിളിക്കുകയില്ല. ആദ്യം പറഞ്ഞുതരാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടി, ഇവിടെ നിങ്ങൾ കുറെ കുട്ടികൾ ഒരുമിച്ചാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടി മറ്റൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല.
നിശബ്ദരായിരിക്കണം. ചോദിക്കുന്ന കുട്ടി മാത്രമേ പറയാവൂ. ഓക്കെ, ഇവിടെ താഴെയുള്ള ഗ്രീൻ ആരോ വന്നെടുത്ത നിയമം എന്താണ് കുട്ടി പറയൂ. പെട്ടെന്ന് പറയണം, നമ്മൾ കുറച്ച് സെക്കൻഡ് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ മത്സരത്തില്. C2B84 ഒരു കാര്യം ചെയ്യും, വീഡിയോ ഓൺ ചെയ്യണം. ഓഡിയോ മാത്രം പോരാ, വീഡിയോ കൂടി ഓൺ ചെയ്യണം. ആരാണ് പറയുന്നത് നമുക്ക് കാണണം. മത്സരത്തിൽ അങ്ങനെ ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പാടില്ല, സ്വയം പറയണം. പറ. ഓക്കെ, അവിടെ ഓക്കെ, അവിടെ വേറെയും കുട്ടികളുണ്ടല്ലോ. അടുത്ത കുട്ടി പറയൂ. ഞാൻ പറയാം. ചെസ് നമ്പർ 111 പറഞ്ഞേ. എന്താണ് വീഡിയോ ഓഫ് ചെയ്തത്? എന്താ വീഡിയോ ഓഫ് ചെയ്തത്? പറയൂ. ആ, 111 നിയമം പറയൂ. മത്സരത്തിൽ ഈ കളി കളിച്ചാല് അടുത്ത ആളോട് ചോദിക്കും, കഴിഞ്ഞു. കുറച്ച് സെക്കൻഡ് മാത്രമേ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, 163 പറയൂ. പറയൂ. ഓക്കെ, 34 പറയൂ. 34. കുട്ടികളെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ഫൈനൽ റൗണ്ടിൽ എങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുക? ഇനി അഥവാ ഫൈനലിൽ എങ്ങനെയാണ് നിങ്ങൾ റാങ്ക് നേടുക? ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, കാറ്റഗറി 2, 3 വിഭാഗങ്ങളോട് തജ്വീദ് നിയമങ്ങൾ ചോദിക്കും. പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾ ഉസ്താദന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ അത് പഠിച്ചേ പറ്റൂ. ഓക്കെ, അടുത്തത് C2G54. അൺമ്യൂട്ട് ചെയ്യുക, സലാം ചൊല്ലുക. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കുട്ടി ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലൂ കളർ, അവിടുത്തെ നിയമം പറയും. ഉത്തരം ശരി, മാഷാ അല്ലാ, മാഷാ അല്ലാ. അടുത്തത് ആരാണ് അവിടെ കൈ പൊക്കിയത്? ഈ കൈ പൊക്കിയവരെ വിളിക്കൂല കേട്ടോ. ആ കൈ പൊക്കിയവരെ വിളിക്കൂല, അതെടുത്ത് മാറ്റുക. ആ, അടുത്തത് C3B11. സലാം ചെല്ലാൻ പറഞ്ഞിരുന്നോ? സലാം ചൊല്ല എന്നാ മാത്രമേ ചോദിക്കൂ. ആ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ടോപ്പിൽ റെഡ് കളറിൽ കാണിച്ചെടുത്ത നിയമം എന്താണ്? ഉത്തരം ശരി, മാഷാ അല്ലാ. ഇനി അടുത്ത സ്ലൈഡ് വരട്ടെ. അടുത്ത സ്ലൈഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഞാൻ വിളിക്കുന്ന നമ്പർ C3B236. അസ്സലാമു അലൈക്കും. വീഡിയോ ഓൺ ചെയ്യുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വീഡിയോ ഓൺ ചെയ്യണം. എവിടെ കുട്ടി വീഡിയോ ഓൺ ചെയ്തോ? കാണുന്നില്ലല്ലോ. അടുത്ത കുട്ടിയെ വിളിക്കാൻ പോവാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവിടെ വീഡിയോ ഓൺ ചെയ്തോ? ആ, എന്താ കാണാത്തത്? വീഡിയോ ഓൺ ചെയ്തിട്ട് കാണുന്നില്ലല്ലോ. ആ, ശരി. ഈ ലാസ്റ്റ് ആ ഗ്രീൻ കളറിൽ അവിടുത്തെ ചോദ്യം എന്താണ് അവിടുത്തെ നിയമം? മദ്രാസിം. മദ്ദുല്ലാസിം. ഉത്തരം ശരി. ഓക്കെ, അടുത്ത C3B34. അൺമ്യൂട്ട് ചെയ്യുക, ഉടനെ വീഡിയോ ഓൺ ചെയ്യുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടി റെഡ് കളറിൽ അവിടുത്തെ നിയമം എന്താണ്?
ഉത്തരം ശരി. മാഷാ അല്ലാഹ്. ഇനി അടുത്ത സ്ലൈഡ്. ഓക്കെ. ഇനി ആ C2G09. C2G09. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വബറകാതുഹു. കുട്ടി, ആ ഗ്രീൻ കളർ ആരോ എന്താണ് അവിടുത്തെ നിയമം? മദ് സോറ. അത് സുഹറയല്ല, കുബറയാണ്. അവിടെ ഹാവ് ലമീറിന് ശേഷം ഹംസ വന്നില്ലേ? ആ ലാ യഅ്കുലുഹു ഇല്ലൽ ഖാതിഊൻ. ഹംസ വന്നു കഴിഞ്ഞാൽ സീലത്തുൽ കുബറയാണ് കേട്ടോ. ആ ആ, ഒരു മാർക്ക് നഷ്ടപ്പെട്ടു, മത്സരത്തിൽ നഷ്ടപ്പെടരുത്. അതിന്റെ മുമ്പ് നന്നായിട്ട് പഠിച്ച് ക്ലിയർ ആക്കുക. ഓക്കെ. ഇൻഷാ അല്ലാ. അടുത്തത് C3G49. അൺമ്യൂട്ട് ചെയ്യുക, സലാം ചൊല്ലുക. അല്ലാതെ ഇരുന്നാൽ പിന്നെ രണ്ടാമത് പിന്നെ വിളിക്കൂല. ഓക്കെ, ആ കുട്ടിയുടെ സമയം കഴിഞ്ഞു. C3B289. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടി, ആ ഗ്രീൻ കളർ എന്താന്ന് പറയാത്തത്? എന്ത് പറ്റി? അവിടെ C2G മദ് ഇബവ് എങ്ങനെ? മദ് ഇബവ് മദ്ദഴിമത്. അവിടെ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? മത്സരത്തിൽ ആ പരിപാടി പറ്റൂല കേട്ടോ. ആ, മദ്ദഴിമത് ശരിയാണ്. ഓക്കെ. ഓക്കെ. അടുത്തത് C3 C3G20. C3G20. അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ ഓൺ ചെയ്തിട്ടില്ലല്ലോ കുട്ടിയെ? ആ ഓക്കെ, ചെയ്തന്. ചെയ്താ? ഓക്കെ, ശരി. ആ ഗ്രീൻ കളർ വന്നെടുത്ത നിയമം എന്താണ്? ഗ്രീൻ മറ്റു സിലത്തു സുഗറ. സുഹറ. മാഷാ അല്ലാഹ്, മുംതാസ്. ഇനി അടുത്ത സ്ലൈഡ്. മാറ്റിയാ? ഓക്കെ. ഓക്കെ, C3G31. പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആളെ വിളിക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. ഞാൻ വിളിച്ച ആള് 31 ആണ്. ഇപ്പൊ 31 ആണ്. C3G31. അല്ല, ഞാൻ ഇപ്പൊ വിളിച്ച C3G31-നെയാണെന്നാ പറഞ്ഞത്. ഓക്കെ, ശരി. C2G13. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യൂ കുട്ടി. വേറെ ആളെ വിളിച്ചപ്പോൾ അൺമ്യൂട്ട് ചെയ്തു. ഇപ്പൊ കുട്ടിയെ വിളിച്ചപ്പോൾ അൺമ്യൂട്ട് ചെയ്യുന്നില്ല. C2G13. 31. ഇതെന്താണ് കഥ? C2G 31. ഇവിടെ എനിക്ക് നോക്കിയിട്ട് കാണുന്നത് 13 ആണല്ലോ കുട്ടിയെ. C2G13 ആണ് കാണുന്നത്. ടൈപ്പ് ചെയ്ത് തെറ്റിയതാ? അത് ഞാനല്ല. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? ഇതായി കുട്ടി ചോദിക്കുന്നതിന് മറുപടി പറയാത്തത്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ആരാണ്? 13. 13. ഓക്കെ. കുട്ടി, ആ റൈറ്റ് സൈഡിൽ റെഡ് കളർ, അവിടുത്തെ നിയമം എന്താണ്?
ഇദ്ഗാം ബിലാ ഗുന്ന. മാഷാ അല്ലാ, മുംതാസ്. അടുത്തത് C2B101. C2B101. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടിയാ, ബ്ലൂ കളർ അടുത്ത നിയമം എന്താണ്? ഇദ്ഗാം ബിഗുന്ന. തെറ്റിയല്ല കുട്ടിയെ. ഇദ്ഗാം ബിഗുന്ന സാക്കിനായ നൂനിനാണ്. സാക്കിനായ മീമിന് ഇദ്ഗാം ബിഗുന്നയും ബിലാ ഗുന്നയൊന്നുമില്ല. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, അത്രയേ ഉള്ളൂ. ഓക്കെ. സാക്കിനായ മീമിന് ശേഷം ബാവ് വന്നാൽ ഇഖ്ഫാ, ബാക്കി 26 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഹാർ. ഓക്കെ, ശരി. അടുത്ത കുട്ടി. ആ, ഓക്കെ. C3G60. അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ വേറെ ആളെ വിളിക്കും. ഓക്കെ. മുഹമ്മദ് ബിൻ മുബാറക്ക് കൂടെ ഫാത്തിമ ഉണ്ടോ? മുഹമ്മദ് ഇബിൻ മുബാറക്. ആരാണുള്ളത്? ആരാ ലൈനിലുള്ളത്? മുഹമ്മദ് ആണോ ഫാത്തിമയാണോ? എന്താ മിണ്ടുന്നില്ലല്ലോ. ഓക്കെ. C3B42. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ റെഡ് കളർ വന്നെടുത്തത് എന്താണ്? ഇഖ്ഫ. ഉത്തരം ശരി. അടുത്ത സ്ലൈഡ്. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. ലാസ്റ്റ് 1-2 ചോദ്യങ്ങൾ മാത്രം. C3B130. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടിയാ, ബ്ലൂ കളർ എന്താണ് അവിടുത്തെ നിയമം? മദ്ദു സുഗ്റ. അവിടെ മദ്ദല്ലല്ലോ. അല്ല, അവിടെ മദ്ദല്ല ചോദിക്കുന്നത്. അവിടെ ലഫ്ദുൽ ജലാലത്തിനെ പറ്റിയാ ചോദിക്കുന്നത്. ലഫ്ദുൽ ജലാലത്തിന്റെ നിയമമാണ് ചോദിക്കുന്നത്. ഇന്ന് ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇന്ന് ക്ലാസ്സിന് ഞാൻ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം പറയും വേണ്ട കേട്ടാ. ഉത്തരം പറയാൻ വേണ്ട. അടുത്ത റൗണ്ടിൽ നേരെ ഔട്ടായിട്ട് അങ്ങ് പോകാം. ഇവിടെ തഫ്ഹീമാണ്. അവിടെ ലഫ്ദുൽ ജലാലത്തിന്റെ മുമ്പ് ഫത്തഹോ വമ്മോ വന്നാൽ തഫ്ഹീം. ഓക്കെ, തഫ്ഹീം എന്ന് പറഞ്ഞാലേ അവിടെ മാർക്ക് കിട്ടുള്ളൂ. ഇത് ഒരൊറ്റ ചോദ്യം, ലാസ്റ്റ് ചോദ്യത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതേസമയം നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. അടുത്ത ബുധനാഴ്ച, നെക്സ്റ്റ് വെനസ്ഡേ, എത്രയാണ് ഡേറ്റ്? 27-ാം തീയതി അല്ലേ? 27th ബുധനാഴ്ച ഒരു ക്ലാസ് ഫുൾ നിയമങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം. അപ്പം അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ മുമ്പ് നിങ്ങൾ ഏതൊക്കെ നിയമങ്ങളാണ് നിങ്ങൾക്ക് തെറ്റുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. മത്സരത്തിൻ്റെ മുമ്പ് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എന്താ C3G57. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടി, ആ ഗ്രീൻ കളർ അവിടുത്തെ നിയമം എന്താണ്?
مد صلة صغرى എങ്ങനെ? مد صلة صغرى മാഷാ അല്ലാ മാഷാ അല്ലാ. റെഡ് കളറോ? إدغام بغنة ഇത് ഗംഭീർ. ഓക്കെ. ആ യെല്ലോ കളർ, ബ്ലൂ കളറും കൂടെ പറയും, നമുക്കത് അവസാനിപ്പിക്കാം. سكتة മാഷാ അല്ലാ. മബ്രൂക്ക് മബ്രൂക്ക്. അപ്പൊ ഇനി അടുത്ത ബുധനാഴ്ച എല്ലാവരും ജോയിൻ ചെയ്യുക ഇൻഷാ അല്ലാ. ജോയിൻ ചെയ്യുന്ന എല്ലാവരോടും ചോദിക്കും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام وعليكم السلام ورحمة الله വലൈക്കും وبركاته. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. ما شاء الله الحمد لله تبارك الله. السلام عليكم وعليكم